നമസ്കാരം. ഇന്ന് 2024 നവംബർ 28 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. അക്ഷരം മ്യൂസിയം അർത്ഥപൂർണമായ ചുവടുവയ്പ്. സാംസ്കാരിക മൗലികവാദത്തിന് ഭാഷയെയും ആയുധമാക്കുന്ന കാലത്ത് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വൈവിധ്യത്തെയും അതിന്റെ തനിമയെയും അടയാളപ്പെടുത്തുന്ന അക്ഷരം മ്യൂസിയം പ്രസക്തമാണെന്ന് മാത്രമല്ല അനിവാര്യവുമാണ്. ആദ്യമായി മലയാള പുസ്തകം അച്ചടിച്ച രാജ്യത്തെ ആദ്യത്തെ സാക്ഷര നഗരമായ കോട്ടയത്ത് സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും ചേർന്ന് സ്ഥാപിച്ച അക്ഷരം മ്യൂസിയം രാജ്യത്തെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണെന്നതിൽ സാംസ്കാരിക സമന്വയത്തിന്റെ നാടായ കേരളത്തിന് അഭിമാനിക്കാം. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാകുന്ന വിപുലമായ മ്യൂസിയം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ വരെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് മുതൽ ഗവേഷകർക്ക് വരെ പ്രയോജനപ്രദമാകും വിധമാണ്. ഏത് ജിജ്ഞാസുവിന്റെയും ചോദ്യത്തിനുത്തരമായാണ് മ്യൂസിയത്തിന്റെ 1ാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത്. വാമൊഴിയിൽ നിന്ന് ഗുഹാവരകളായും ചിത്രലിപികളായും അക്ഷരലിപികളായും വികസിക്കുന്ന അത്രയൊന്നും പരിചിതമല്ലാത്ത ഭാഷയുടെ ചരിത്രം വിവരിച്ചിരിക്കുന്നത് ആർക്കും എളുപ്പത്തിൽ ഗ്രഹിക്കാനാകും വിധമാണെന്ന് അഭിനന്ദനീയം. വട്ടെഴുത്തിലൂടെയും കോലെഴുത്തിലൂടെയും മറ്റുമുള്ള മലയാള ലിപിയുടെ പരിണാമ ചരിത്രം മലയാളന്മയെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമാകും. അക്ഷരങ്ങളുടെ പരിണാമ ചരിത്രം വീഡിയോകളിലൂടെ വിവരിച്ചിരിക്കുന്നു. അച്ചടിയെക്കുറിച്ചും അച്ചടി സാങ്കേതിക വിദ്യയെക്കുറിച്ചും ആദ്യമായി അച്ചടിമഷി പുരണ്ട മലയാള പുസ്തകങ്ങളെക്കുറിച്ചും മാത്രമല്ല പ്രധാന അച്ചടിശാലകളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഡിജിറ്റൽ വായനയിലേക്ക് വഴിമാറുന്ന കാലത്ത് അനിവാര്യ ഓർമ്മപ്പെടുത്തലുകളാകും. കേരളത്തിലെ 36 ഗോത്രഭാഷകൾക്കും ദ്രാവിഡ ഭാഷകൾക്കുമായി ഒരു ഗാലറി തന്നെ മാറ്റിവെച്ചത് അവയെക്കുറിച്ചുള്ള പഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണെന്ന് വ്യക്തം. പ്രസാധകരുടെ ചൂഷണത്തിനിരയായിരുന്ന എഴുത്തുകാരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്ത് തന്നെ ആദ്യമായി എഴുത്തുകാരുടെ സഹകരണ സംഘം രൂപം കൊണ്ട കേരളത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ മാറ്റി നിർത്തി സാഹിത്യ ചരിത്രം വിവരിക്കുക സാധ്യമല്ല. SPCSന്റെയും സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെയും ചരിത്രം വിവരിക്കുന്ന ഗ്യാലറിയിൽ പ്രമുഖ മലയാള സാഹിത്യകാരന്മാരുടെ 200-ലേറെ കയ്യെഴുത്ത് പ്രതികളും 90-ലേറെ എഴുത്തുകാരുടെ ശബ്ദരേഖകളും ഡിജിറ്റലായി അവതരിപ്പിക്കുന്നു. 6000-ഓളം ലോകഭാഷകളുടെ പ്രദർശനം മാനവ സംസ്കൃതിയുടെ വൈപുല്യവും വൈവിധ്യവും തിരിച്ചറിയാനുള്ള ഉപാധി കൂടിയാണ്. ലോക ഭാഷകളെയും ഇന്ത്യൻ ഭാഷകളെയും അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 2ാം ഘട്ടവും മലയാള സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ വിവരിക്കുന്ന 3-4 ഘട്ടങ്ങളും കൂടി പൂർത്തിയാകുന്നതോടെ സമഗ്ര വൈജ്ഞാനിക കേന്ദ്രമായി അക്ഷരം മ്യൂസിയം മാറും. സാംസ്കാരിക അധിനിവേശം വലതുപക്ഷ വർഗീയ വംശീയ കപടദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രധാന പ്രത്യയശാസ്ത്ര ആയുധങ്ങളിൽ ഒന്നാണ്. മാനസിക അടിമത്തം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള സാംസ്കാരിക അധിനിവേശത്തിൽ ഭാഷ പ്രധാന ഘടകമാണ്. ഇന്ത്യയിൽ ഏകപക്ഷീയമായി ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഒറ്റ ഭാഷാ നാടായി മാറ്റാനുള്ള നീക്കത്തിനെതിരായ ചെറുത്തുനിൽപ്പാണ് അക്ഷരം മ്യൂസിയം എന്ന ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ അതിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രസക്തിയെയാണ് അതിനാൽ സൂചിപ്പിക്കുന്നത്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.